തന്ന കഴിവിനെ നമ്മൾ വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ആര് എന്ത് വിചാരിച്ചാലും അവരുടെ മുന്നിൽ തമ്പുരാൻ നമ്മളെ ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരുവിൻ്റെ നയനങ്ങൾ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പോൾ കഷ്ടപ്പെട്ട് കഴിയുന്നവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കൂടെ പിറന്ന സഹോദരങ്ങളാൽ തന്നെ തിരസ്കരിക്കപ്പെട്ട് കഴിയുന്നവർക്ക് ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ്, ദൈവത്തെ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഒപ്പം ദൈവം നിങ്ങൾക്ക് തന്ന കഴിവ്, നിങ്ങളുടെ എഫേർട്ട്, ഈ നൊമ്പരങ്ങളും വേദനകളും എല്ലാം നിങ്ങൾ തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. അപ്പോഴും ജോസഫ് തനിക്കെതിരെ തിന്മ ചെയ്യുന്നവരെ, തൻ്റെ ജീവനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പകരം വിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ജീവൻ കൊടുക്കുകയാണ്. അവരുടെ ക്ഷാമം നീങ്ങാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി ധാന്യം കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ജീവൻ ഇല്ലാതെ ആക്കുവാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ ജീവൻ കൊടുക്കുന്ന ഒരു ഉപകരണമാക്കി തമ്പുരാൻ നമ്മളെ മാറ്റും. അതുകൊണ്ട് ജോസഫ് എന്നുള്ള ഒരു വ്യക്തി ആയിരിക്കട്ടെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഓരോ സങ്കടങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും ദുഃഖങ്ങളുടെയും പരാജയത്തിൻ്റെയും അവഗണനകളുടെയും ഒക്കെ മാതൃക. അദ്ദേഹത്തെ പോലെ നമ്മുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട്. അത് അനുഗ്രഹത്തിൻ്റെ ഫ്യൂച്ചറാണ്. അതിന് തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകട്ടെ. പ്രാർത്ഥനകൾ.